സഹോദരങ്ങൾക്കിടയിലെ മത്സരബുദ്ധി പലപ്പോഴും പാരന്റ്സ് അതിനെ വലിയൊരു പ്രചോദനമായാണ് കാണുന്നത്. കാരണം ഒരാൾ മറ്റേയാളേക്കാൾ മിടുക്കനാകാൻ വേണ്ടി മിടുക്കിയാകാൻ വേണ്ടി ഇങ്ങനെ തയ്യാറാവുകയാണല്ലോ എന്നാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ കാലം കഴിയുന്തോറും എന്ത് ഡൈനാമിക്സ് ആണ് നിങ്ങൾ ആ കുട്ടികൾക്ക് കൊടുക്കുന്നതെന്നറിയോ? എപ്പോഴും ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആയിരിക്കും തന്റെ സഹോദരങ്ങളിൽ നിന്ന് അവർക്കുള്ളത്. ഒരിക്കലും ഒരു പരസ്പര സ്നേഹം കാണില്ല. കോമ്പറ്റേറ്റീവ് മൈൻഡിലായിരിക്കും അവർ നിൽക്കുക. അതുപോലെ തന്നെ അവർക്ക് ഒരിക്കലും കാം ആകാൻ കഴിയില്ല. ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് നിങ്ങൾ അവരെ വളർത്തിയെടുക്കുന്നത്. അതോടൊപ്പം തന്നെ അവർക്ക് ട്രസ്റ്റ് ഇഷ്യൂസും ഒരുപാട് ഉണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് വരുന്നതെന്ന് വെച്ചാൽ ട്രയാങ്കുലേഷൻ അല്ലെങ്കിൽ സിബ്ലിംഗ്സ് റൈവലറി എന്ന് പറയുന്ന ഈ ഒരു പാറ്റേൺ. ഏതെങ്കിലും ഒരു പാരന്റ് തന്റെ ഒരു കുഞ്ഞിനോട് തന്റെ ഹസ്ബൻഡിന്റെയോ അല്ലെങ്കിൽ തന്റെ വൈഫിന്റെയോ ഒക്കെ ആയിട്ടുള്ള കുറെ കുറ്റങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ, അവരങ്ങനെ ചെയ്തപ്പോ എനിക്ക് കരയേണ്ടി വന്നു, അവരാണ് ഈ ഒരു തെറ്റിന്റെ യഥാർത്ഥ കാരണക്കാർ എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കുട്ടിയുടെ കുറ്റം മറ്റൊരു കുട്ടിയോട് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കും. അതൊക്കെ അവർ ചെയ്യുന്നത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, ആരുടെങ്കിലും ഒരാളുടെ സപ്പോർട്ട് എനിക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ അതിന്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളെ ആയിരിക്കും ഒരു കുടുംബത്തിനുള്ളിൽ അവർ വാർത്തെടുക്കുന്നത് എന്നുള്ളത് തന്നെയാണ്.